അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ വാതിലടയ്ക്കണം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ പാത്രങ്ങൾ ബിസ്മി പറഞ്ഞുകൊണ്ട് വാതിലടയ്ക്കുക. നിങ്ങളുടെ പാത്രങ്ങൾ ബിസ്മി പറഞ്ഞുകൊണ്ട് നിങ്ങൾ അടച്ചു വെക്കുക. നിങ്ങളുടെ വീടിന്റെ അകത്ത് തീ നിങ്ങൾ ഓഫാക്കി വെക്കുക. എന്നിട്ട് ആറാമതായിട്ട് നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ജാഹദുകും ഫിറാശഹു ഫൽയൻഫുലുഹു ബിസനിഫ ഭർത്താവിനും മക്കൾക്കും കിടക്കുന്നതിന് വേണ്ടി വിരിപ്പ് തയ്യാറാക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നിങ്ങൾ ഗൗരവത്തോടു കൂടിയാണ് കാണേണ്ടത്. നിസാരമായ തള്ളിക്കളയരുത്. നിങ്ങൾ ജോലി ചെയ്ത ക്ഷീണത്തിന്റെ പേരിൽ ശ്രദ്ധിക്കാത്തവരുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, നിങ്ങളിൽ ഒരാള് നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ തന്റെ വിരിപ്പിലെത്തിക്കഴിഞ്ഞാൽ അത് 3 പ്രാവശ്യം കുടയണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ പറയുന്നു, ഒരു മനുഷ്യന് കിടന്നുറങ്ങുന്നതിന് വേണ്ടി തന്റെ വിരിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 പ്രാവശ്യം ആ കിടക്കുന്ന വിരിപ്പെടുത്തിട്ട് കുടയണമെന്ന 3 പോയിട്ട് 1 പോലും കുടയാറില്ല. എന്താ മനസ്സിലല്ലേ? 3 പ്രാവശ്യം എടുത്ത് വെച്ച് കുടയണമെന്ന്. പെണ്ണുങ്ങളൊക്കെ ചുമ്മാ ഒന്നിങ്ങനെ തട്ടല തലകണയൊക്കെ എടുത്തുന്നേ 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ കുടയണം. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അവ അഹദുകും ഇലാ ഫിറാസിഹി ഫൽയൻഫുദ് ഫിറാസഹു ബിദാഖിലത്തിൻ. അല്ലാഹുവേ, ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നിങ്ങൾ ഉറങ്ങുന്നതിന് വേണ്ടി നിങ്ങളുടെ വിരിപ്പിലേക്ക് ചെന്നാൽ വിരിപ്പിന്റെ ഉൾവശം പിടിച്ചു കുടയട്ടെ. വിരിപ്പിന്റെ ഉൾവശം പിടിച്ചു. കാരണം അവൻ എഴുന്നേറ്റതിന് ശേഷം എന്താണ് അതിൽ വന്നു കിടന്നത് എന്ന് നിനക്കറിയില്ലല്ലോ എന്ന് നബിയുനാ റസൂലുള്ളാഹി. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വൈകുന്നേരം പോകുമ്പോ അതിനിടയിൽ എന്തൊക്കെയാണ് അവിടെ വന്നത് കിടന്നത് എന്ന് നിനക്കറിയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നീ കിടക്കുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം നീ കിടന്ന വിരിപ്പ് അതൊന്ന് കുടയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് 7ാമതായിട്ട് മുത്തുനബി അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, വിരിപ്പിലേക്ക് വന്ന് 2 കൈകളും ചേർത്ത് വെച്ചിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇബാദത്തിന്റെ കൂലിയാ. ഒരൊറക്കം കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴിയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, വിരിപ്പിലേക്ക് വന്നിരുന്നാൽ കൈപ്പടങ്ങൾ നിങ്ങൾ ചേർത്ത് വെച്ചിട്ട് അവയിൽ നിങ്ങൾ ഊതുക. ശേഷം നിങ്ങൾ സൂറത്തുകൾ ഓതി 2 കൈകൾ കൊണ്ട് ശരീരത്തിന്റെ സാധ്യമാകുന്ന ഇടങ്ങളെല്ലാം നിങ്ങൾ തടകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, വിളിവെടുത്ത് കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും ചെയ്തു, വാതിലുകളൊക്കെ ബിസ്മി പറഞ്ഞടച്ചു, ഗ്യാസൊക്കെ ഓഫാക്കി വെച്ചു. പടച്ചവനെ, കിടക്കേണ്ട വിരിപ്പുകൾ 3 പ്രാവശ്യം കുടന്നു കഴിഞ്ഞു. അവസാനം കിടപ്പറയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പടച്ചവനെ അവിടെ ഇരുന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്, സൂറത്തുൻ നാസ്. അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ അവ ഇലാ ഫിറാസിഹി കുല്ലു ലൈലത്തിൻ ജംഅൽ കഫൈൻ സുമ്മ നഫസ ഫീഹിമാ ഫഖറ ഫീഹിമാ ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സുമ്മ യംസഹു ബിഹിമാ. അല്ലാഹുവേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ആരെക്കുറിച്ചാണ് പറയുന്നത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവായ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രികളിൽ വിരിപ്പിലേക്ക് വന്ന് ഇരുന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ 2 കൈപ്പടങ്ങളും ചേർത്ത് വെക്കുകയും എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസും ഉണ്ടല്ലോ, ഈ 3 സൂറത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഓതുകയാണ്. എന്നിട്ട് കൈക്കകത്ത് ഊതിയിട്ട് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എവിടെയെല്ലാം തടകാൻ കഴിയുമോ അല്ലാഹുവിന്റെ പ്രവാചകൻ ശരീരം മുഴുവനും തടകുകയാണ്.
അവിടുത്തെ തലയുണ്ടല്ലോ, അവിടുത്തെ മുഖമുണ്ടല്ലോ, ശരീരത്തിന്റെ മുൻഭാഗങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ, ഈ 3 സൂറത്തുകൾ ഓതി പാരായണം ചെയ്തിട്ട് കയ്യിലൂതിയിട്ട് തന്റെ മുഖവും തന്റെ തലയും തന്റെ മുൻഭാഗവും അല്ലാഹുവിന്റെ പ്രവാചകന് ശരീരം മുഴുവനും തടകുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ 3 സൂറത്തുകളെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. ഇത് നിങ്ങൾ നിസ്സാരമായി കാണരുത്. സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം അറിയുമല്ലോ. ജീവിതത്തിൽ കണ്ടുപിടിച്ചതും വ്യഭിചരിച്ചതും പലിശ തിന്നതും നിസ്കരിക്കാത്തതും തോന്നിവാസം കാണിച്ചതും അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് ഒരുപാട് വർഷക്കാലം ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ കിടന്ന് ആസ്വദിച്ചില്ലേ? തോന്നുന്നത് പോലെ മതിമറന്ന് ജീവിച്ചില്ലേ? മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും അങ്ങ് പടച്ചറപ്പിന്റെ മുന്നിൽ എവിടെയെങ്കിലും വെച്ച് ഒന്ന് കഴുകി കളയണമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസോട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യുന്ന മനസ്സോടുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യനത് പാരായണം ചെയ്താ അവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞത് മുത്തുനബിയാ. ഈ സൂറത്തിനെ സ്നേഹിച്ച സ്വർഗമാ, ഈ സൂറത്തിനെ സ്നേഹിച്ച സ്വർഗമാ. ഒരുപാട് പ്രതിഫലമുള്ള സൂറത്താണ്. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയിഷ, ഉറങ്ങുന്നതിന് മുമ്പ് നീ ഖത്തം ഓതണേ ആയിഷ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതിയിട്ട് നീ കിടന്നുറങ്ങാവൂ ആയിഷ. അല്ലാഹുവിന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എങ്ങനെ നബിയേ ഒരു രാത്രി കൊണ്ട് ഖത്തം ഓതിയിട്ട് കിടന്നുറങ്ങുന്നത്? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഈ ഖുർആനിൽ അവസാനത്തെ 3 സൂറത്തുകളുണ്ടല്ലോ, ഇത് പാരായണം ചെയ്താ ഖത്തമോദിയ പ്രതിഫലമാ, ഖത്തമോദിയ പ്രതിഫലമാ. പടച്ചവൻ അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, നിന്റെ ശരീരം മുഴുവനും തടകാട് ഇബാദത്തിന്റെ കൂലിയാ, ഇബാദത്തിന്റെ കൂലിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, 8ാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? പലരും പറയുന്ന ഉസ്താദേ, ഉറക്കത്തിലെ ദുസ്വപ്നം കാണുകയാണ്, ചാടി എഴുന്നേൽക്കുകയാണ്, മക്കൾ കിടന്ന് പിടയുകയാണ്, മക്കൾ കിടന്ന് കരയുകയാണ്. പടച്ചവരെ, ഉറക്കത്തിൽ ചാടി എഴുന്നേറ്റ് പലതും ചെയ്യുന്നു. വല്ലാത്ത പേടിയാ, വല്ലാത്ത പേടിയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ദുസ്വപ്നങ്ങൾ മുഴുവനും ശൈത്താനിന്റെ ഭാഗത്താ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാര്, കൊച്ചുമക്കളുള്ള മാതാപിതാക്കള്, ഉറക്കത്തിൽ ഞെട്ടിയുണരുന്ന മക്കളുള്ള ഉമ്മമാര്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, മക്കളെ പൈശാചിക ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണോ, ശൈത്താന് പേടിപ്പിക്കുന്നതിൽ നിന്ന്, മക്കളെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണരുന്നതിനെ തടയണോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, 8ാമതായിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? ഫഖാല ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ ഖുർസി ലയസാല അലൈക മിനല്ലാഹി ഹാഫിദുൻ വലാ യഖറബു ശൈത്വാൻ ഹത്താ തുസ്ബിഹാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നീ നിന്റെ കിടക്കറയിലേക്ക്, നിന്റെ കിടപ്പറയിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ ആയത്തുൽ ഖുർസി ഓതണേ, ആയത്തുൽ ഖുർസി പാരായണം ചെയ്യണേ. അല്ലാഹുവിന്റെ സംരക്ഷണം നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത മുത്തി നബിയല്ലേ പറഞ്ഞു തരുന്നത്. എന്തിനാ നമ്മൾ പേടിക്കുന്നത്? എന്തിനാ നമ്മൾ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു ദിവസം അബൂ ഹുറൈറ കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, സകാത്തിന്റെ സകാത്തിന്റെ സാധനങ്ങൾക്ക് അബൂ ഹുറൈറയെ കാവൽ നിർത്തുകയാണ്. ഒന്നാമത്തെ ദിവസം രാത്രിയായി അബൂ ഹുറൈറ കാവൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനെ പതുങ്ങി വന്നിട്ട് അതിനകത്ത് നിന്ന് മോഷ്ടിക്കുകയാണ്. അബൂ ഹുറൈറ തങ്ങളെ പിടിക്കുകയാണ്. അതാ കരന്നുകൊണ്ട് പറയുന്നു, അബൂ ഹുറൈറ മക്കള് പട്ടിണിയാ, വല്ലാത്ത ദാരിദ്ര്യമാണ്, വല്ലാത്ത ദാരിദ്ര്യമാണ്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നതാണ്, എന്നെ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോകരുത്. അബൂ ഹുറൈറ വെറുതെ വിടുകയാണ്. രണ്ടാമത്തെ ദിവസവും കടന്നു വന്നു. രണ്ടാമത്തെ ദിവസവും കരയുകയാണ്. മക്കള് കിടന്ന് കരയുന്നത് കണ്ടിട്ട് വന്നതാണ് അബൂ ഹുറൈറ, എന്നെ വെറുതെ വിടണേ. രണ്ടാമത്തെ ദിവസവും വെറുതെ വിട്ടു. മൂന്നാമത്തെ ദിവസവും കടന്നു വന്നു. അബൂ ഹുറൈറ പിടിക്കുകയാണ്. ഇനി നിനക്ക് മാപ്പില്ല, മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോകുമെന്ന് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, അബൂ ഹുറൈറ, പിശാചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ, നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് ആയത്തുൽ കുർസി പാരായണം ചെയ്യാനാ. മുത്തുനബി ചോദിക്കുന്ന, അബൂ ഹുറൈറ അവനാരെന്നറിയുമോ? ആ 3 ദിവസവും നിന്റെ അടുക്കൽ വന്നവനാരെന്നറിയുമോ? അത് പിശാചാണ് അബൂ ഹുറൈറ. അവന് കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ബുഖാരിയിൽ കാണാം ഈ ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും കിടപ്പറയിലേക്ക് കടന്നു ചെന്നാൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, നിങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യേ. ആയത്തുൽ കുർസി പാരായണം. അതുകൊണ്ട് പഴയ ഉമ്മമാരൊക്കെ പറയും ആയത്തുൽ കുർസി ഊതിയിട്ട് കയ്യിൽ ഇങ്ങനെ ഊതിയിട്ട് ഇങ്ങനെ റൗണ്ട് വരയ്ക്കും. പറയുന്ന കേട്ടിട്ടേ ഉള്ളൂ, ഇതുപോലെ ചെയ്തിട്ടില്ല. രാത്രി കിടക്കുമ്പോ ഇങ്ങനെ കയ്യിൽ ഊതിയിട്ട് ഇങ്ങനെ റൗണ്ട് വരയ്ക്കാറുണ്ട്. അസ്റായിൽ അല്ലാതെ വേറെ ആരും കേറൂല. മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാം അല്ലാതെ ആ വരയ്ക്കണ വലയം കടന്നിട്ട് ആരും കയറൂലെന്നാ. അതുകൊണ്ട് ആയത്തുൽ കുർസി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്, നാസ് ഊത്, കയ്യിലൂത്, മുഖമെല്ലാം തടക്, തലയും ശരീരവും മുഴുവനും തടക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയത്തുൽ കുർസി ഊത്, പിശാച് കടക്കൂല, നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 9ാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ടവരെ, നിർത്താറായില്ലേ? ഇൻഷാ അല്ലാഹ് കയറിയൊക്കെ വരട്ടെ ഇൻഷാ അല്ലാഹ്. ഓൺലൈനിലൊക്കെ ആളുണ്ടോ? എത്ര പേരുണ്ട്? ഓൺലൈനിലൊക്കെ ആൾക്കാരൊക്കെ ഇപ്പൊ എല്ലാം ലീവല്ലേ? ഇപ്പൊ എല്ലാവരും ലീവാ ഇവിടെ സമയത്തൊക്കെ. പിന്നെ പലർക്കും ഇത് ഒറിജിനൽ ലൈവാണെന്നുള്ള സംശയം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവർ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ഒരുപാട് പേര് ദുആ വസിയത്ത് മാത്രമേ ഉള്ളൂ, മൊബൈൽ ഓണാക്കാൻ വയ്യ. മംഗലാപുരത്ത് നിന്നൊക്കെ ഒരുപാട് പേര് സ്കാനിങ് റിപ്പോർട്ട് വരെ അല്ലേ, അല്ലാഹു അഅലം, ഓരോ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വരെ ഇട്ടിട്ട് ഉസ്താദെ ദുആ ചെയ്യണം ഒരുപാട് പേര്. അല്ലാഹു എല്ലാവർക്കും പരിപൂർണ ശിഫാവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ തൃശ്ശൂര് നിന്നിട്ട് വലിയ സങ്കടം തോന്നി. തൃശ്ശൂരിന്റെ ഭാഗത്തുള്ള ഒരു സഹോദരി, 2 സഹോദരിമാര്, പെട്ടെന്ന് എനിക്ക് ആലപ്പുഴ ഓർമ്മ വന്നു. ഒരു സഹോദരിക്ക് 45 വയസ്സെങ്ങാണ്ടുണ്ട്, മറ്റൊരു പെണ്ണിന് 35 വയസ്സ്. വാപ്പ ഒരു അമുസ്ലിമിന്റെ കൂടെ പോയി, അനിയത്തി അതും അമുസ്ലിമിന്റെ കൂടെ പോയി. ഉമ്മയും മകളും മാത്രമേ ഉള്ളൂ. 45 വയസ്സായി കല്യാണം കഴിച്ചു. 45 വയസ്സായി കഴിയും. പക്ഷെ അള്ളാഹുവിന് വലിയ പേടിയാ. അതുകൊണ്ട് പ്രസംഗമെല്ലാം കേൾക്കാറുണ്ട്, നമ്മുടെ വയലൊക്കെ കേൾക്കും. 45 വയസ്സായിട്ട് കല്യാണം കഴിക്കാതെ അള്ളാഹുവിനെ പേടിച്ച്. പലരും വന്നിട്ട് ചോദിക്കുന്നത്, എന്തിനെങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണേ?
ആ പെണ്ണ് 45. അതുപോലെ തന്നെ വേറെ തൊട്ടടുത്ത കൂട്ടുകാരി, അതിന് 10-35 വയസ്സുണ്ട്. അതിനും ഇതുപോലെ തന്നെ അവസ്ഥ. ആരുമില്ല, ഒരു ഉമ്മ മാത്രമേ ഉള്ളൂ. 2 പെൺകുട്ടികളൊന്നും ഉസ്താദെ ഞങ്ങളെ മറക്കരുത്, ദുആ ചെയ്യണം. കരുണക്കടലായ പടച്ചറബ് അള്ളാഹു ആ സഹോദരിമാർക്ക് നല്ല ഒരു ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ഈമാൻ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. പറയണത് ഒരുപാട് മറ്റുള്ള ആൾക്കാരുടെ ഇടയിലാണ് ജീവിക്കണത്, വലിയ പാടാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അൽഹംദുലില്ലാഹ്, ഞാൻ പറയാം ഇങ്ങനെയുള്ളവരൊക്കെയാണ് ദുആ. നമ്മളൊക്കെ എന്തോ അറിയുന്ന ചുമ്മാതെ എല്ലാവരും അൽഹംദുലില്ലാഹ്. ഞാനിങ്ങനെ അത്ഭുതത്തോടൊപ്പം നമ്മുടെ ക്ലാസ്സൊക്കെ അവര് ഈ തോട്ടം തൊഴിലാളികളും കണ്ട ഒരു വലിയ കമ്പനി ഉണ്ടല്ലോ, ഹാരിസ് കമ്പനി. ആ കമ്പനിയിലൊക്കെ അവർക്ക് നല്ല ശമ്പളമൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു. 10,000 രൂപ നമ്മുടെ പള്ളിക്കൊക്കെ ഒരു സംഭാവന തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ആ പാവപ്പെട്ട സഹോദരിമാർക്ക് നല്ല ജീവിതം അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ഉമ്മമാർ 2 പേരും രോഗിയുള്ള അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേര് ദുആ വസിയത്തതാ. ഇവിടെ ആള് കേൾക്കാൻ കുറവാണെങ്കിലും 10,000-2,000 പേര് പുറത്തിരുന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ അൽഹംദുലില്ലാഹ് ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൻ അബീ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ ഹാതൈനിൽ ആയതൈൻ മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാഹു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു 9. ഒരെണ്ണം കൂടെ പറഞ്ഞു നിർത്താം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആരെങ്കിലും രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി തന്റെ വിരിപ്പിലെത്തിയാൽ, എന്റെ പ്രിയപ്പെട്ടവരെ വെറുതെ കേട്ട് കളയാനല്ല, ഇതിന്ന് ജീവിതത്തിൽ ചെയ്തിട്ട് വേണം ഉറങ്ങാൻ. ഈ വയത് കേൾക്കുന്ന എല്ലാവരും ഇന്നിത് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാൻ. ഇന്നത്തെ ഉറക്കം മതി നിനക്ക് സ്വർഗത്തിൽ പോകാൻ. ഒരുപാട് നന്മകളൊന്നും വേണമെന്നില്ല, ഒരുപാട് നന്മകൾ വേണമെന്നില്ല. ചാവാൻ കിടന്ന ഒരു നായിക്ക് വെള്ളം കൊടുത്തതിനാണ് വ്യഭിചാരിയായ ഒരു പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുത്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ റസൂലുള്ളാഹി തങ്ങളെ ചെയ്ത് കാണിച്ചു തന്ന ഈ സുന്നത്തുകളുണ്ടല്ലോ, ഇന്ന് നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കൂ. ഇന്നത്തെ രാത്രിയിലെ ഉറക്കമുണ്ടല്ലോ, 30, 40, 50, 60 കൊല്ലം കൊണ്ട് ഉറങ്ങുന്നവരുണ്ടല്ലോ. പടച്ചവനെ, ജീവിതത്തിലെ ഒരു ഉറക്കം കൊണ്ട് പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും സുലൈമാൻ നബിയും യാക്കൂബ് നബിയൊക്കെ കിടക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ നിന്റെ ഒരു രാത്രിയിലെ ഉറക്കം കൊണ്ട് നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞാൽ, എന്റെ വഅദ് കേൾക്കുന്നവരോട് പറയുകയാ, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ ഉറങ്ങരുത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ആരെങ്കിലും രാത്രിയിൽ ഉറങ്ങുന്നതിന് വേണ്ടി തന്റെ വിരിപ്പിലെത്തിയാൽ സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, രാത്രി കിടക്കാൻ വേണ്ടി കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു നന്മ വേണ്ടേ, എന്തെങ്കിലും ഒരു നന്മ വേണ്ടേ. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കിടപ്പറയിൽ പോയി കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ടോ? കണ്ടത് പാപമാ, കേട്ടത് പാപമാ, പറഞ്ഞത് പാപമാ, പിടിച്ചത് പാപമാ, നടന്നത് പാപത്തിലേക്കാ, ചിന്തിച്ചത് പാപമാ. പടച്ചവനെ, പാപങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ. പടച്ചവരെ, കിടക്കുകയാണ്, രാവിലെ എഴുന്നേറ്റത് മരണത്തിൽ നിന്ന് എനിക്കൊരവസരം തന്ന പടച്ചവരെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റത്. കിടക്കാൻ പോവുകയാണ്, കിടക്കാൻ വീണ്ടും മരണത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. എഴുന്നേക്കുമോ എന്നറിയില്ലല്ലോ അല്ലാ. ഇനി എഴുന്നേക്കുമോ? ഇത് അവസാന കിടപ്പാണോ? ഇത് അവസാന ദിവസമാണോ? ഇത് അവസാന രാത്രിയാണോ? ഇത് അവസാനത്തെ ഭക്ഷണമാണോ? പടച്ചവനെ അറിയില്ലല്ലോ തമ്പുരാനെ. അതുകൊണ്ട് അവസാനം കിടക്കാൻ തയ്യാറെടുക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തോട് പെങ്ങളെ,
എന്റെ ചെറുപ്പക്കാരാ, പാതിരാത്രി 2 മണിക്കിരുന്ന് ആവശ്യമില്ലാത്ത ചർച്ചകൾ ചെയ്യുന്നതെന്തിനാടാ? എന്തിനാ കണ്ട ഏതെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത പെണ്ണിന്റെ പ്രൊഫൈല് കണ്ടിട്ട് അവളോട് സംസാരിക്കുന്നതെന്തിനാടാ? എന്റെ ചെറുപ്പക്കാര, അതിന്റെ ആവശ്യം എന്തേടാ? എടാ, 1 മാസക്കാലം നോമ്പ് പിടിച്ചവനല്ലേ, ഇബാദത്തുകൾ ചെയ്തവനല്ലേ, പടച്ചവനെ മറക്കാൻ അങ്ങനെ കഴിയുന്ന മോനെ, എങ്ങനെയാ പൊന്നുമോനെ അല്ലാഹനെ മറക്കാൻ ഈ മോശമായ ആപ്പുകളിനകത്ത് കയറിയിരുന്നു? എല്ലാ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിനും വിലയുള്ളതാണല്ലോ. നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടതാണല്ലോ. ഈ സമയം പാഴാക്കി കളയാതെ ഈ പറഞ്ഞ 2 ആയത്തുകൾ നീ പാരായണം ചെയ്താൽ നിനക്കത് മതിയാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ എന്റെ പ്രിയപ്പെട്ടവരെ ആരാണോ പാരായണം ചെയ്യുന്നത് അവന് മതി. ആ 2 ആയത്തുകൾ മതി അവന് രക്ഷപ്പെടാൻ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ, ആ ആയത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യ. അൽഹംദുലില്ലാഹ്, നിനക്കത് മതി രക്ഷപ്പെടാൻ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഇത് ഞാൻ പറയുന്നത് അവസാനം നന്മ ചെയ്തിട്ട് കിടക്കണം. നന്മ ചെയ്തിട്ടാ കിടക്കേണ്ടത്. ഇപ്പൊ കടത്തൊന്നും ഇല്ലല്ലോ. എന്തുകൊണ്ട് ആപ്പിന്റെ പേര്, പുതിയ ആപ്പ് ഇറങ്ങിയിട്ടില്ലേ ഷാനവാസ? പുതിയൊരു ആപ്പ് ഇറങ്ങിയിട്ടില്ലേ? എന്താ എന്റെ പേര്? ക്ലബ് ഹൗസ്. കണ്ടിട്ടുണ്ടോ? ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പുതിയ ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചർച്ചകളാ. ഒരു വിഷയം എടുത്തിട്ട് ഉസ്താദന്മാരെ കുറിച്ച് ഈ അടുത്തൊരു ദിവസം ചർച്ച ഉണ്ടായിരുന്നു. ഞങ്ങളെ വാഴ്ന്നു പറയുന്ന ഉസ്താദന്മാരെ കുറിച്ചൊക്കെ. പിന്നെ ഓരോ വിഷയങ്ങളാ, ആധുനികമായിട്ടുള്ള വിഷയങ്ങൾ. കൂടുതലും നിരീശ്വരവാദികളാണ് അതിനകത്ത് കൂടുതലും അതിനെക്കുറിച്ച ചർച്ച. പിന്നെ പെണ്ണുങ്ങൾക്കാണോ ആണുങ്ങൾക്കാണോ? അതിനകത്ത് വേറൊരു ആപ്പ് ഉണ്ടെന്ന് പറഞ്ഞാല് രാത്രി ഒരു ചെറുപ്പക്കാരെ ഇരുന്ന് ഞാൻ നോക്കുമ്പോ പറയാം ഉസ്താദെ, ഇങ്ങനെ നോക്കുമ്പോ ഓരോ ചെറുപ്പക്കാരൻ അതിനകത്തുള്ള ഇഷ്ടമുള്ളൊരു പെണ്ണിനെ സെലക്ട് ചെയ്യാം, എന്നിട്ട് അവളോട് സംസാരിക്കാം. ഇഷ്ടമുള്ളൊരു പെണ്ണിനോട് പ്രേമ അഭ്യർത്ഥന നമുക്ക് നടത്താം. അന്നം വേണമെങ്കിൽ കയറി നടത്താം. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ തമാശ പറഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ അത്ഭുതത്തോടെ നോക്കാം, ഒരു പെൺകുട്ടി അതിനകത്ത് 300, 400, 500 ഒക്കെ ഉണ്ട്. ഒരുപാട് പേരുണ്ട്. അവരവരുടെ ഇങ്ങനെ കാത്ത് ക്ഷമയോടുകൂടി നിൽക്കണം. ബീവറേജിന്റെ മുന്നിൽ നിൽക്കണ പോലെ ക്ഷമയോടുകൂടി നിൽക്കുമ്പോൾ അവൻ അവസരം വരുമ്പോ ഇങ്ങനെ ഇപ്പൊ സുൽഫിക്കാണെങ്കിലും ഇങ്ങനെ കയറിയിട്ട് പറയാം, ഇന്ന പെണ്ണിനോട് നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നിന്റെ സംസാരം ഇതുപോലെ. കുറച്ച് ഒരു പെണ്ണുണ്ട്, അവക്കും പറയാം. പരസ്പരം അങ്ങോട്ട് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഏതാ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഫ്രണ്ട് ആവാം. രാത്രി 2 മണിക്കൊക്കെ ഇത് നടക്കത്തുള്ളൂ. അല്ലാഹു അഅലം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടം. അല്ലാഹു അഅലം. അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഉമ്മത്തൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ചെറുപ്പക്കാരൻ രാത്രി 1:30 ഇരുന്ന് കുത്തുമ്പോ എന്തുവാന്ന്, നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 5 എണ്ണം കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഒരു ഗെയിം ഉണ്ടായിരുന്നു. പബ്ജി ഗെയിം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് പരിപാടി. ശൈത്താൻ ഏതൊക്കെ വഴി, ഒന്ന് തീരുമ്പോ ഒന്ന് വരും. ടിക്ടോക്ക് പോയപ്പോഴത്തേക്ക് അടുത്ത ടോക്ക് വന്നു. ഒന്ന് പോകുമ്പോ ശൈത്താൻ ഇത് അല്ല ഇങ്ങനെ ഇട്ട് കൽപ്പിക്കുമെന്ന് പറഞ്ഞ എത്ര സത്യവാ. ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് വരിക. അതുപോലെ തന്നെ വരുന്നുണ്ട് വെള്ളപ്പൊക്കം, സുനാമി, കൊടുങ്കാറ്റ്, നിപ, ഓക്കി വന്നു. എന്തൊക്കെയായിരുന്നു ഇപ്പൊ ഇങ്ങനെ. ഇതുപോലെ എല്ലാം വരുന്നുണ്ട്. അല്ലാഹു അഅലം. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി ഓത്, ആമന റസൂൽ ഓത്. അതുപോലെ തന്നെ നിങ്ങൾ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ 10 അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന സ്വഹാബാ, സൂറത്തുൽ കാഫിറൂൻ അൻ ഫർവത്ത് ഇബ്നു നൗഫൽ റളിയല്ലാഹു തആല അൻഹു أتى النبي صلى الله عليه وسلم فقال يا رسول الله علمني شيئا أقوله إذا أويت إلى فراشي قال اقرأ قل يا أيها الكافرون فإنها براءة من الشرك.
എന്റെ പ്രിയപ്പെട്ടവരെ നിർത്തുകയാണ്. പത്താമതായിട്ട് മുത്തുനബി പറഞ്ഞ ഇതുകൂടെ നിങ്ങൾ കേട്ടിട്ടുറങ്ങ്, ഇതുകൂടെ നിങ്ങൾ കേട്ടിട്ടുറങ്ങ്. ഇത് ചെയ്യാതെ നിങ്ങൾ ഉറങ്ങരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫർവത്ത് ഇബ്നു നൗഫൽ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, മുത്തുനബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അല്ലിംനി ശൈആ. ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉറങ്ങുന്നതിന് വേണ്ടി കിടക്കുമ്പോ എന്ത് ചൊല്ലണമെന്ന് എനിക്ക് പഠിപ്പിച്ചു തരണേ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഫർവത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന സ്വഹാബി ചെന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ നബിയേ, ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ എന്തെങ്കിലും ഒരു നന്മ എനിക്ക് പഠിപ്പിച്ചു തരുമോ? ഒരു സൽക്കർമ്മം എനിക്ക് പറഞ്ഞു തരുമോ? എന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന, എന്റെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന, എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു നന്മ പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് സ്വഹാബി ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാ, ഇഖ്റഉ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്ത് നീ പാരായണം ചെയ്യ്, നീ പാരായണം ചെയ്യ്. എന്തേ പ്രതിഫലമെന്നറിയുമോ? ഉസ്താദേ, ഇഖ്ലാസ് ഓതാൻ പറഞ്ഞു, ഫലക് ഓതാൻ പറഞ്ഞു, നാസ് ഓതാൻ പറഞ്ഞു, ഉസ്താദേ ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞു, ആമന റസൂൽ ഓതാൻ പറഞ്ഞു, ഉസ്താദേ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ ഓതാൻ പറഞ്ഞു. ഇപ്പൊ പറയുന്നു ഫലക് ഓതാൻ. മുത്തുനബിയാ മോനെ, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞു തന്നത്. എന്തിനാണ് ഓതാ പറഞ്ഞതെന്നറിയുമോ? സിർക്കിൽ നിന്ന് രക്ഷ വേണോ? ഒരിക്കലും അല്ല പൊറുക്കാത്ത, അല്ല പൊറുക്കുമല്ലോ, ഏത് പാപവും അല്ല പൊറുക്കുമല്ലോ. കള്ള് കുടിച്ചാ റബ്ബ് പൊറുക്കുമല്ലോ, വ്യഭിചരിച്ചാ പൊറുക്കുമല്ലോ, പലിശ തിന്നാ പൊറുക്കുമല്ലോ, ഏത് പാപവും അല്ലാഹു പുറത്തു തരുമല്ലോ. പക്ഷേ സിർക്കെന്ന് പറയുന്ന പാപമുണ്ടല്ലോ, അല്ലാഹ് പെട്ടുപോകാതെ കാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, സിർക്കിൽ നിന്നുള്ള മോചനമാണ് സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്താൽ, സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്താൽ ഈമാനില്ലാതെ ചാകില്ല ചെറുപ്പക്കാരാ. പടച്ചവനെ, കാഫിറായിട്ട് ചത്തുപോകുമെന്നുള്ള പേടി നിനക്ക് വേണ്ട. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് മുന്നിലേക്ക് കടന്നു വന്നു. കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് ജീവിതത്തിൽ അവസാനത്തെ വാക്കായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞു മരിക്കണമെന്ന് കൊതിക്കുന്നവരല്ലേ? ഓരോ മുസ്ലിമും ജീവിക്കുന്നത് അതിനു വേണ്ടിയല്ലേ? ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ളവന്റെ ജീവിതത്തിൽ വലിയ ഒരു അഭിലാഷമാണ് മരിക്കുമ്പോ സകാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് ആ സ്വർഗത്തിലെ തന്റെ വീടും കൊട്ടാരവും ഇരിപ്പിടവും കണ്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിലെ മലക്കുകൾ മുഴുവനും സ്വാഗതം വരുമ്പോ ആകാശത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നിട്ടുകൊണ്ട് മലക്കുകളെ സ്വീകരിക്കുന്ന ഒരു ആത്മാവായി അല്ലാഹുവിന്റെ ഇല്ലീൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്രയാകാറ് കൊലിക്കാത്ത ഏത് മനുഷ്യനാണുള്ളത്? അതുകൊണ്ട് സഹോദരാ, സിർക്കിൽ നിന്ന് രക്ഷ വേണോ? സിർക്കിൽ നിന്ന് സംരക്ഷണം വേണോ? ഫർവത്ത് ഇബ്നു ഉസൈരേ, ഫർവത്ത് ഇബ്നു നൗഫൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഓതിക്കോ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ
ഏതെങ്കിലും ഒരു മനുഷ്യന് സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്താൽ ശിർക്കിൽ നിന്ന് അല്ലാഹു മോചനം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പർവ്വതത്തിനു അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. മറ്റൊരു ഹദീസ് കാണാം. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നൗഫലിൻ ഇഖ്റഉ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സുമ്മ നഅം അലയ്യ ഖാതിമത്തിഹാ. റസൂലുള്ളാഹി തങ്ങൾ പറയാ, സൂറത്തുൽ കാഫിറൂൻ നീ പാരായണം ചെയ്യ്. കിടന്നുറങ്ങുന്നതിന് മുമ്പ് നീ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യ്. അല്ലാഹുവിനുള്ള ആരാധനയിൽ മറ്റ് പങ്ക് ആരോപിക്കുന്ന ശിർക്കിൽ നിന്ന് അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശിർക്കിൽ നിന്നുള്ളൊരു മോചനം, ശിർക്കിൽ നിന്നുള്ളൊരു മോചനം നമുക്ക് ലഭിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരുപാട് നന്മകൾ ചെയ്തിട്ട്, ഒരുപാട് കാര്യങ്ങൾ മര്യാദകൾ ചെയ്തിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങിയിരുന്നത്. അതുപോലെ തന്നെ അവസാനമായിട്ട് ഒന്നുകൂടെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം കൂടെ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോരുത്തരും ഉറങ്ങാൻ. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മരുമകൻ, തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, രണ്ടുപേരുടെയും ചരിത്രം നമുക്കറിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ അലിയാരി തങ്ങൾക്കാണ് തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുത്തത്. വലിയ പണക്കാരനായിരുന്നില്ല അലിയ്, പാവപ്പെട്ടവനായിരുന്നു, ദരിദ്രനായിരുന്നു. ധരിക്കാൻ നല്ല ഒരു വസ്ത്രമോ കയറി താമസിക്കാൻ മനോഹരമായ ഒരു വീടോ ഇല്ലാത്ത പാവപ്പെട്ട സ്വഹാബി. ഈ അലിയാരി തങ്ങള് ഫാത്തിമ ബീവി വീടിനകത്ത് കിടന്നുകൊണ്ട് ജോലികൾ ചെയ്ത് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ അലിയാരി തങ്ങൾ ചരിത്രം പറയുന്നുണ്ട്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൈ പൊട്ടിയിട്ടുണ്ട്, അലിയാരി തങ്ങളുടെ കൈ പൊട്ടിയിട്ടുണ്ട്. വീടിനകത്ത് കിടന്നുകൊണ്ട് ജോലി ചെയ്ത് വല്ലാതെ പ്രയാസപ്പെട്ടപ്പോ അലിയാരി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഫാത്തിമ, അല്ലാഹുവിന്റെ റസൂലിന്റെ നിന്റെ വാപ്പാടെ അടുക്കൽ പോയിട്ട് ഒരു വേലക്കാരി വീട്ടിൽ ജോലിക്ക് ഒരു അടിമയെ കിട്ടുപോയി എന്ന് ചോദിക്കാൻ. അവിടെ നിന്ന് പറയുന്ന അടിമയെ കിട്ടാൻ വീട്ടുജോലിക്ക് വേണ്ടി കഠിനമായി കഷ്ടപ്പെടുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ കൈകളൊക്കെ പൊട്ടി വളരെ ക്ഷീണിതയായപ്പോൾ വീട്ടുജോലിക്ക് സഹായിക്കുന്നതിന് വേണ്ടി ഒരു വേലക്കാരൻ ലഭിക്കുന്നതിന് വേണ്ടി നീ നിന്റെ വാപ്പാടെ അടുക്കൽ പോയി ചോദിക്കുക. അലിയാര് തങ്ങൾ അങ്ങനെ പറഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുന്നിൽ പോയിട്ട്, വാപ്പ, എന്റെ വീട്ടുജോലിക്ക് ഒരു വേലക്കാരി എനിക്ക് വേണമെന്ന് ചോദിക്കാൻ വീട്ടിലേക്ക് കടന്നുപോയി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, ഇതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ഞങ്ങൾക്കൊരു സഹായം വേണം, ഒരു അടിമയെ വേണം, ഒരു വേലക്കാരിയെ വേണം, ഉപ്പ വരുമ്പോ പറയണം. അങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിലേക്ക് മടങ്ങി. ചരിത്രം പറയുന്നു, തന്റെ വീട്ടിലേക്ക് മടങ്ങി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ വന്നു. അതാ വൈകുന്നേര സമയത്ത് ചരിത്രം പറയുന്നു, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഇദാ അവൈതുമാ ഇലാ ഫിറാശികുമാ ഔ അഖത്തും മലാജിഅകും. അങ്ങനെ അലിയാരി തങ്ങളും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും അവരുടെ വീടിന്റെ അകത്ത് കിടക്കാം. അവിടെ നിന്ന് ഇങ്ങനെ രണ്ടുപേരും കിടപ്പുറയിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനെ കണ്ട ഉടനെ അലിയാരി തങ്ങൾ ചാടി എഴുന്നേക്കാൻ തോന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അവിടെ കിടക്കാൻ. അവിടെ നിന്ന് പറഞ്ഞു അവിടെ തന്നെ കിടന്നു അലിയെ, ചാടി എഴുന്നേക്കണ്ട. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നാര മകളുടെ ചാരത്ത് വന്നിരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, മോളെ ഫാത്തിമ, നീ ആവശ്യപ്പെട്ടതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? തന്റെ വീട്ടിൽ കിടന്ന്, ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന് ജോലി ചെയ്തു പ്രയാസപ്പെട്ട് ക്ഷീണിച്ച് വല്ലാത്ത പ്രയാസത്തിൽ കഴിയുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഉപ്പാന്റെ അടുക്ക പോയിട്ട് വീട്ടുജോലിക്ക് ഒരു പെണ്ണിനെ വേണം ചോദിക്കാൻ പോയപ്പോ വാപ്പയില്ല. വീട്ടിലെ തന്റെ വളർത്തുമ്മയാ വീട്ടിനകത്തുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഉമ്മയോട് പറഞ്ഞു,
തിരിച്ച് വീട്ടിലേക്ക് പാതിരാത്രി വാപ്പയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ട് പറഞ്ഞു, മോളെ, ജോലിക്കാരിയെ തിരക്കിയാണ് നീ വന്നത്, അതിനേക്കാളും ഉത്തമമായ ഒരു നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. ആയിഷ ബീബി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കും, ഇതിനേക്കാളും ഒരു നന്മ പറഞ്ഞു തരട്ടെ. വളരെ അത്ഭുതത്തോടുകൂടി ആകാംക്ഷയോടുകൂടി ചോദിച്ചു, എന്താ വാപ്പാ? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, കിടക്കുന്നതിന് മുമ്പ് 34 പ്രാവശ്യം അല്ലാഹു അക്ബർ, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് നീ പറ. നിങ്ങൾക്ക് രണ്ടുപേരും ചോദിച്ചതിനേക്കാളും ഉത്തമം അതാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ ജോലിക്ക് വേണ്ടി ഒരു ജോലിക്കാരിയെ വേണമെന്ന് വാപ്പാന്റെ അടുക്ക ചോദിക്കാൻ പോയ മകളോട് രാത്രി വീട്ടിൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആ ജോലിക്കാരെ നിനക്ക് കിട്ടുന്നതിനേക്കാളും നല്ലത് രാത്രി കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, ഒരു 34 പ്രാവശ്യം ഇത് പറയലാ നിനക്ക് നല്ലതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനിൽ നിന്ന് ഈ ദിക്ർ അലിയാരി തങ്ങൾ പറയുന്നുണ്ട്. ഇത് കേട്ടതിന് ശേഷം മരിക്കുന്ന കാലം വരെ ഞാൻ ഇത് പറയുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നീ ഉറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇത് പറയണേ എന്ന് മുത്തുനബി പറഞ്ഞതിന് ശേഷം മരിക്കുന്ന കാലം വരെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, 11ാമത്തെ കാര്യം, കിടന്നുറങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. നിസ്കരിച്ചതിന് ശേഷം മാത്രമല്ല ഇത് പറയേണ്ടത്, നിസ്കരിച്ചതിന് ശേഷമല്ല. എന്തേ പ്രതിഫലം? എന്തിനാ സിറാജ് ഉസ്താദ് ആ സമയത്ത് കിടന്നുറങ്ങേണ്ട സമയത്ത് ഇയാൾ എന്താ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറയണത്? ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമായതിന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലവാ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് കിടന്നുറങ്ങുന്ന സമയത്ത് 33 പ്രാവശ്യം വീതം പറയുമ്പോ 99 പ്രാവശ്യം പറയുന്നതിലൂടെ കിട്ടുന്ന പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. കിടന്നുറങ്ങുമ്പോ ഹജ്ജും ഉംറയും ചെയ്തിട്ട് കിടന്നുറങ്ങണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതൈത മൽജഅക ഫതവല്ല വുദൂഅക ലിസ്സലാ സുമ്മ മഹാനായ ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി കിടക്കുന്നതിനായി വന്നാൽ നമസ്കാരത്തിന് വുദൂ ചെയ്യുന്നത് പോലെ വുദൂ ചെയ്യുകയും ശേഷം അല്ലാഹുവിന്റെ റസൂൽ വലതുഭാഗം ചേർന്ന് കിടക്കുമായിരുന്നു എന്ന് നബിയിനാ റസൂലുള്ളാഹി. രാത്രി കിടക്കുമ്പോൾ എങ്ങനെ ഉറങ്ങണം? വലതുഭാഗം ഏതാണെന്ന് തിരയേണ്ടി വരും അല്ലേ? രാത്രി കിടന്നുറങ്ങുന്ന സമയം വലതുഭാഗം ചേർന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കിടക്കുമ്പോൾ വലത് കൈ വലത് കവിളിനോട് ചേർത്ത് വെക്കേണ്ടതാണ്. വലത് കൈ കിടക്കുന്ന വലത് കൈ വലത് കവിളിനോട്, അങ്ങനെ ആയിരിക്കില്ലേ? എന്താ വലത് കൈ വലത് കവളിനോട് ചേർത്ത് വെച്ചിട്ടാണ് കിടക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ വലത് കൈ തന്റെ വലത് കവളിന് താഴെ വെച്ചിട്ടാണ് ഉറങ്ങിയത് എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ രാത്രി കിടന്നുറങ്ങുന്ന ഉറക്കം പോലും ഇബാദത്തായി മാറും. ഈ കിടക്കുന്ന ഉറക്കം പോലും നമുക്ക് ഇബാദത്തായി മാറും. അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ കാരണമാകുന്ന ഒരു അമലായി നമ്മുടെ ഉറക്കത്തിനെ നമുക്ക് മാറ്റാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, ഉറക്കം ഒരു ഇബാദത്താക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ പലരും അത് മനസ്സിലാക്കുന്നില്ല. കളിയും തമാശകളുമായിട്ട് അള്ളാഹുവേ, എത്രയോ ആൾക്കാർ, പ്രത്യേകിച്ച് ഈ കോവിഡ് രോഗമൊക്കെ വന്നവർ, രാത്രി ഉറക്കമില്ല. അവർക്ക് രാത്രിയിൽ ഉറക്കമില്ല. രാത്രി അവർ പടച്ചവനെ ഉറക്കഗുളിക കഴിക്കുകയാണ് ഉറങ്ങുന്നതിന് വേണ്ടി. എത്രയോ രോഗികളുണ്ടെന്നറിയ ഉറക്കാൻ കഴിയാത്തവർ. അല്ലാഹുവേ, ഈ മക്കുബറകളിലേക്കൊക്കെ, പൊയർവാടിയിലും മുത്തുപ്പേട്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി ഉറക്കമില്ലാത്ത ആൾക്കാരെ കാണാം.
മഖാമുകളിലൊക്കെ സിയാറത്തിന് പോകുമ്പോ എർവാടിയിലും മുത്തുപേട്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്രയോ പേര് ഉറങ്ങാതെ കണ്ണും തുറന്നു പിടിച്ചിരിക്കുന്നവർ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് ചെയ്ത ഒരു നിഅമത്താണ് ഉറക്കം. ആ ഉറക്കത്തിന്റെ മഹത്വം നമ്മൾ ഇപ്പൊ മനസ്സിലാക്കണില്ല. അള്ളാഹു ഉറങ്ങാൻ പറഞ്ഞ സമയത്ത് മൊബൈലും കുത്തി ടിവിയും കണ്ട് കളിയും തമാശകളുമായിരിക്കുമ്പോ ഒരുപാട് രോഗങ്ങൾ നമ്മളെ തേടി വരുന്നു. ഒരുപാട് രോഗങ്ങൾ നമ്മളെ തേടി വരുന്നു. പ്രായമാകുന്ന സമയത്ത് 40 വയസ്സായപ്പോഴേ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. അതുകൊണ്ട് അള്ളാഹു ഉറങ്ങാൻ പറഞ്ഞ സമയത്ത് നീ ഉറങ്ങ്. അതിനകത്ത് നിന്ന് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, കണ്ടുപിടിക്ക്. എന്നിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാകുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, ഉറങ്ങുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് വേണം ഉറങ്ങാൻ.